മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 verse 14. തന്നോടുകൂടി ആയിരിക്കുന്നതിന് അവൻ 12 പേരെ നിയോഗിച്ചു. ശിഷ്യരെ തിരഞ്ഞെടുത്ത സംഭവമാണ് ഇവിടെ പറയുന്നത്. ടു ബി വിത്ത് ഹിം, അതാണ് ലക്ഷ്യം. ഒരു വൈദിക സഹോദരൻ തന്റെ വേദനകളെല്ലാം പറഞ്ഞുകൊണ്ട് കടന്നു വന്നു. തനിക്ക് ഇടവകയിൽ നിന്ന് കിട്ടിയ തിരസ്കരണങ്ങൾ, സഹപ്രവർത്തകരുടെ കുറവുകൾ, അധികാരികൾ തന്നെ മാനിച്ചില്ല, വേദനകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. തിരുപ്പട്ടം സ്വീകരണ സമയത്ത് കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ തീരുമാനമെടുത്തു. ഒരു ദിവസം എത്ര സമയം ദിവികാരന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്നുണ്ട്? അദ്ദേഹം പറഞ്ഞു, ആദ്യമൊക്കെ ചെലവഴിക്കുമായിരുന്നു, പിന്നെ ഓരോ തിരക്കായി, അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ചെലവഴിക്കാറുണ്ട്. കുർബാനയർപ്പണമൊക്കെ യാന്ത്രികമായി. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഒരു ധ്യാനത്തിലൂടെ കടന്നു പോവുക, ഒന്ന് റീവൈറ്റലൈസ് ചെയ്തെടുക്കണം നമ്മുടെ ജീവിതത്തെ എന്ന് പറയുകയുണ്ടായ അദ്ദേഹം അതിൽ പങ്കെടുത്തു. അങ്ങനെ തീക്ഷ്ണമതിയായ ഒരു പുരോഹിതനായി മാറുകയാണ്. ഞാനത് പറയാൻ കാരണം, കുടുംബജീവിതമാണെങ്കിലും സമർപ്പിത ജീവിതമാണെങ്കിലും തന്നോടുകൂടി ആയിരിക്കുന്നതിനാണ് നമ്മുടെ ദൈവം തെരഞ്ഞെടുത്തത്. തന്നോടുകൂടി ആയിരിക്കുന്നില്ല ആ വ്യക്തി എങ്കിൽ അയാളുടെ വിളി അർത്ഥവത്താകുന്നില്ല, അത് അപകടത്തിലാവുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും കുടുംബജീവിതക്കാർ ധ്യാനിക്കട്ടെ, കുടുംബത്തിലെ പ്രാർത്ഥന എങ്ങനെയുണ്ട്? പറ്റുമ്പോഴൊക്കെ അല്പസമയം ഈശോയുടെ അടുത്ത് വ്യക്തിപരമായിട്ടിരിക്കുന്നുണ്ടോ? ആ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസ്ത പുലർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.